ഗുഡ് ബൈ കർണാടക, വി ആർ എൻ്ററിങ് തമിഴ്നാട്. ഓട്ടോക്കാർക്കും ടാക്സിക്കാർക്കും പ്രത്യേക നിയമം. ഞാൻ പെട്ടുപോയി, നമ്മളാരായി, നമ്മൾ ശശിയായി. ഒരു രക്ഷയില്ല കേട്ടോ, ഈ സാധനം അടിപൊളിയാണ്. ഇതാണ് ചിക്കൻ മീറ്റ് ബോൾസ്. കർണാടക RTCയുടെ ഇലക്ട്രിക് ബസ് കൊള്ളാം അല്ലേ? ഈ 27 ഹെയർ പിൻ കർവും ഒരുമിച്ച് നമ്മളങ്ങ് ഇറങ്ങാണ്. വണ്ടി കയറി പോകുന്നാട്ടാ. ബാംഗ്ലൂർ വന്നാല് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നൊരു മെയിൻ റെസ്റ്റോറൻ്റ് ആണ് എംപയർ. പണ്ട് പോലെ ഉള്ളതാണ്. എനിക്കൊന്നും ഇതിൽ എഴുതിയിരിക്കുന്നത് സിൻസ് 1966 എന്നാണ്. അപ്പോൾ ഞാൻ 2006 ബാംഗ്ലൂർ വരുമ്പോൾ പോലും നമ്മൾ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റ് ചെയിനാണ് എംപയർ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ബ്രിഗേഡ് റോഡിലുള്ള എംപയറിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബ്രഞ്ചാണ് ഇത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ചാണ്. ഇവരുടെ ഒരു ലെമൺ കൊറിയാണ്ടർ സൂപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് മിൻറ്റ് ലൈമാണേ. ഇപ്പോൾ ഇവിടെ എന്ത് ജ്യൂസ് ഓർഡർ ചെയ്താലും ഇങ്ങനെ കുപ്പിക്കകത്ത് കൊണ്ട് തരിക. അപ്പോൾ ഇതിങ്ങനെ സീൽഡ് കുപ്പിയാണ്, കണ്ടല്ലേ, ഗ്ലാസും തരും, നമുക്ക് കുടിക്കാം. ഇതിനകത്ത് ഇവിടെ മിൻറ്റ് ലീവ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, ആ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു കൺസെപ്റ്റാണ്. പിന്നെ ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റുകളും ചെയ്യുന്ന പോലെ തന്നെ അവരുടെ കുപ്പി വെള്ളം അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ട് അതും MRP 20 റുപ്പീസ് തന്നെ ഉള്ളൂ. ഇതാണ് മട്ടൺ ബ്രെയിൻ. മട്ടൻ്റെ ബ്രെയിൻ എടുത്ത് ഒരു ടൈപ്പ് സാധനത്തിലിട്ട് കറി വെച്ച് തരുന്നത്, കറി പോലത്തെ സാധനമാണ്. അതാണ് മട്ടൺ ബ്രെയിൻ. അത് ഞാൻ കഴിക്കില്ല, സൈർബായി കഴിക്കും. പിന്നെ ഇത് ബാസ ഫിഷ്. പിന്നെ ഇത് വേറെ കബാബാണ്, പക്ഷേ ഇതൊരു റെഡ് കളറിലാണ് പണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കളർ ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അത് കളർ ഇടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും ഇത് വറുത്തെടുത്തിരിക്കുന്നത് അല്ലേ? ഞാനിത് മറ്റേ വേറെന്തൊരു ടൈപ്പാണ് കരുതിയത്. ഇത് ഈ കളറില്ലാത്തത് കൊണ്ട് കാണാനൊരു ഭംഗിയില്ല. ഇതിൻ്റെ മേളിൽ ഇച്ചിരി ലൈമൊക്കെ പിഴിഞ്ഞിട്ട് കഴിച്ചു നോക്കട്ടെ. നമ്മളൊന്ന് ക്രിസ്പിയാ, പണ്ടത്തെ ആ ടേസ്റ്റില്ല. ഇത് KFC ചിക്കൻ കഴിക്കുന്നവരുണ്ട് അല്ലേ? ബാസ ഫിഷ് ഫില്ലെ ആണ്. തവ ഫ്രൈ ചെയ്ത് തന്നിരിക്കുക. ഓക്കെ 10ൽ 5 മാർക്ക് കൊടുക്കാം. കുഴപ്പമില്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. അത് വേണ്ട, അത് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ കഴിക്കില്ല. ഇനി ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മട്ടൺ ബിരിയാണി. അപ്പോൾ ഞാൻ മട്ടൺ കഴിക്കില്ല, ഞാൻ റൈസ് കഴിക്കും. പിന്നെ അതിൻ്റെ കൂടുതൽ ഇതുപോലൊരു സാധനമുണ്ട്, ഒരു ഗ്രേവി, പിന്നെ ഒരു റൈത്തയുണ്ട്. ഇവിടെ ബിരിയാണി അടിപൊളി കേട്ടോ. നല്ല റൈസാണ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന, ഇങ്ങനെ സെപ്പറേറ്റ് ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന, നല്ല എന്തോ ഒരു പ്രത്യേക ഫ്ലേവറുള്ളൊരു റൈസ്. ഫുഡ് അടിച്ചത് എല്ലാം കൂടെ ബില്ല് കിട്ടിയപ്പോൾ വീണ്ടും വയറ് നിറഞ്ഞു അല്ലേ? എൻ്റെ അപ്പോൾ പാഴ്സലും എടുത്തു. അതായത് ആ ഒരു മട്ടൺ ബിരിയാണി എന്ന് പറഞ്ഞ് ആക്ച്വലി വാങ്ങിച്ചാണേ. അപ്പോൾ നമ്മളിങ്ങോട്ടല്ലേ പോന്നേ? നമ്മളെ വണ്ടി ആരും കൊണ്ട് ഓട്ടോയ്ക്ക് പോയത്? ശരി, വണ്ടി കൊണ്ടുവന്ന ആരും മറന്നുപോയോ? മട്ടൺ ബിരിയാണിക്ക് 1100 രൂപ. അത് ഒരു വലിയ പോർഷൻ അവിടെ തന്നേക്കുന്നത്, മനസ്സിലായോ? അതായത് നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ള പോർഷൻ അവിടെ തന്നെ. അത് ചാമ്പലായി പോയിട്ടോ സത്യം പറഞ്ഞാൽ. ഇതാണ് നമ്മളിപ്പോൾ വന്ന എംപയർ. അതിൻ്റെ മേളിൽ ഭയങ്കര ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ച് വമ്പ സെറ്റപ്പ് ആക്കിയത്. ഇപ്പം ഇതെന്ത് സംഭവം അറിയത്തില്ല. ഇത് ഇവിടെ ഒരു മോളിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഗസ് വാട്ട്സ്. ഇത് ആക്ച്വലി സംഭവം അറിയോ? ഗസ് വാട്ട്സ് കമ്മിങ് ഹിയർ ആൻഡ് ക്ലെയിം യുവർ എന്താ പറയുക, ഫ്രീ എന്തോ ഒരു കോഫി ക്ലെയിം ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ആയിരുന്നു. അതിന് മേലിൽ കുറേ ആൾക്കാർ വന്നിട്ട് ഇതുപോലെ ഓരോരോ സംഭവങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേട്ടില്ലേ ഗൈസ്? അങ്ങനെ ഫുഡ് കഴിച്ച്, പക്ഷെ നല്ല ഫുഡായിരുന്നു അല്ലേ? നല്ല ഫുഡായിരുന്നു. മട്ടൺ ബ്രെയിൻ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. മട്ടൺ ബ്രെയിനിന് ഏകദേശം 450 രൂപ ആ റേഞ്ചിലുണ്ട്. നല്ല പൈസയായി. ബിരിയാണി ചാമ്പലായിരുന്നു. ക്വാണ്ടിറ്റി പക്ഷെ നമ്മൾ ബിരിയാണിന്നേ പറഞ്ഞോളൂ, ഇത്രയും ബിരിയാണി കൊണ്ടുവരുമെന്ന് നമ്മൾ അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ സാരമില്ല, നമ്മൾ പാക്ക് ചെയ്തെടുത്തു, പാഴ്സൽ എടുത്തു. അത് ഇപ്പം ഇത് വരും. ഇതെങ്ങനെയാ ചാർജ് പോവാ? ഗൂഗിൾ പേ അല്ല, ഫാസ്റ്റാഗ് അല്ലേ? 60 രൂപ ഉള്ളു കേട്ടോ. ഞാൻ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ച്. ഞങ്ങളിവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് MG റോഡിൻ്റെ അറ്റമാണ്. ഇവിടെ വന്ന് പെട്ടുപോയി. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, മുമ്പിൽ എനിക്ക് യൂ ടേൺ എടുത്ത് പോകണമായിരുന്നു. അപ്പോൾ അവിടെ യൂ ടേൺ ഇല്ല, നോ യൂ ടേൺ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ബോർഡ് കണ്ടു. അപ്പോൾ ഞാനവിടെ യൂ ടേൺ എടുത്തില്ല, ഞാൻ നേരെ വന്നു. ഞാൻ നേരെ വരുമ്പോഴാണ് അവിടെ ഓട്ടോക്കാരും ടാക്സിക്കാരും ബാക്കിയുള്ള ആൾക്കാരെല്ലാം യൂ ടേൺ എടുത്ത് പോകുന്ന അവിടെ തന്നെ യൂ ടേൺ ഇല്ലാത്ത ബോർഡുള്ള സ്ഥലത്ത് തന്നെ ഞാൻ പെട്ടുപോയി. നമ്മളാരായി, നമ്മൾ ശശിയായി. അതാണ് പറ്റിപ്പോയത്. ഓട്ടോക്കാർക്കും ടാക്സിക്കാർക്കും പ്രത്യേക നിയമം. നേരെ മറിച്ച് ഈ കേരള വണ്ടിയായ ഞാൻ കേരള വണ്ടിയും വെച്ച് ഞാൻ അവിടെ യൂ ടേൺ എടുത്താൽ ആ സെക്കൻഡിൽ എവിടെ ഇല്ലാത്ത പോലീസുകാരൻ ചാടി വന്ന് വീഴും. അതങ്ങനെയാണ്.
ആ വണ്ടി കണ്ടോ, ബജാജിന്റെ ക്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷയാണ്. ക്യൂട്ടാ വണ്ടി. ഹായ് ഗൈസ്, അങ്ങനെ സഹീർ ഭായിനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. സഹീർ ഭായിനെ ഇവിടെ ബാംഗ്ലൂർ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഇനി എൻ്റെ പരിപാടികൾക്കായിട്ട് പോവാണ്. എനിക്കിന്ന് ആക്ച്വലി ഐക്യ പോകണം. ഐക്യ. സോ ഐക്യയിൽ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഐക്യയിൽ പോയി കഴിയുമ്പോൾ കിട്ടും. ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിലും വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഐഡിയാസ് ആൻഡ് ഡിസൈൻസ് ആൻഡ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. സോ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി ഐ നീഡ് ടു ഗോ ടു ഐക്യ. പിന്നെ എനിക്ക് 1-2 എന്താ പറയുക പേഴ്സണൽ എൻഗേജ്മെന്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് തീരുമാനിക്കണം. ഇന്നിവിടെ നിൽക്കണോ, നാളെ ഇന്ന് ഇവിടെ പോകണോ എന്താണെന്നും അറിയില്ല. ലെറ്റ്സ് സീ. ഞാനിവിടെ ഐക്യയുടെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയാണേ. കർണാടകത്തിൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഇഡ്ഡലി സാമ്പാർ. ഇങ്ങനെ സാമ്പാർ മുക്കിത്തരും, പിന്നെ ഉപ്പുമാവും. ഇതിന് ഇവർ കാരാഭാത്തെന്നാണ് പറയുന്നത്. പക്ഷെ ഇതെന്നാ ടേസ്റ്റ് ആണെന്നറിയോ? ഇത് ഞാൻ അതുകൊണ്ട് ഒരു ഇഡ്ഡലി സാമ്പാറും വാങ്ങിച്ചു. ഈ ഉപ്പുമാവ് ഈ ചട്നിക്കകത്ത് മുക്കി കഴിക്കണം. കീട്ടിലും കോമ്പിനേഷനാണ്. ഞാൻ പണ്ട് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു. ഈ സാമ്പാറിന് ഒരു ചെറിയ മധുരിപ്പുണ്ടാവും. കന്നഡ സാമ്പാർ അങ്ങനെയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വരുന്നില്ല. നമുക്ക് പൊതുവേ ഇഷ്ടപ്പെടാൻ ഭയങ്കര പാടാണ് മലയാളികൾക്ക്. ഇത് കഴിച്ച് ഇഷ്ടപ്പെടണം, എന്നാലേ പറ്റുള്ളൂ. ഒരു ഉടുപ്പി സ്റ്റൈൽ എന്നൊക്കെ വേണേൽ പറയാം. ആ ഒരു ലെറ്ററിനകത്ത് ശർക്കരയോ പഞ്ചസാര ഏതാണ്ടൊക്കെ ഇടും സാമ്പാറുണ്ടാക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഐക്യ എത്തി. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ സാധനം അടിപൊളിയാണ്. കിഡിലൻ ഐക്യാണ് ബാംഗ്ലൂരിലുള്ളത്. വലിയതാണ്, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്, വൻ സെറ്റപ്പാണ്. ഐക്യ ഷോപ്പിങ്ങിനിടയ്ക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നതാണേ. ഫുഡ് കഴിക്കണമല്ലോ. അവിടെ വരെ ഇവരുടെ കച്ചവടമുണ്ട്. കണ്ടോ നോക്കി, ഓരോ പ്രോഡക്റ്റുകൾ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഞാനിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് നടക്കായിരുന്നു. ഇവരിവിടെ കുക്കീസൊക്കെ വിൽക്കുന്നുണ്ട്, പിന്നെ തേയിലപ്പൊടി വരെ വിൽക്കുന്നുണ്ട്. കണ്ടില്ലേ നോക്കി എന്തൊക്കെ പരിപാടികളാണെന്ന്. ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ശനി ഞായറൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ വരും. മാംഗോ കേക്ക്, ആൽമോണ്ട് കേക്ക്, ചിക്കൻ ടിക്ക മസാലയൊക്കെ ഉണ്ട്. ചിക്കൻ ടിക്ക മസാല, പിന്നെ റോസ്റ്റഡ് ലെഗ്, ചിക്കൻ ലെഗ്, കിഡ്സ് മെനു ഉണ്ട്, പിന്നെ സാൽമൺ ഫില്ലേ ഉണ്ട്. സാൽമൺ ഫില്ലയുടെ വില ഉണ്ടോ? പിന്നെ ചിക്കൻ മീറ്റ് ബോൾസ് ആണ് ഇവിടെ വിൽക്കുന്നത്. കർണാടക ആയതുകൊണ്ടായിരിക്കും ചിക്കൻ മീറ്റ് ബോൾസ് വിൽക്കുന്നത്. ഇത് ചിക്കൻ ടിക്ക സാൻഡ്വിച്ച്. കാണാൻ നല്ല യമ്മി ലുക്കാട്ടോ. ഇത് കണ്ടോ, ഇതാണ് ചിക്കൻ മീറ്റ് ബോൾസ്. ഇത് നമ്മുടെ എന്താ പറയുക, ചിക്കൻ പ്ലാറ്റർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ചിക്കൻ തന്നെയാണ്. അപ്പോൾ അത് മിൻറ്റ് ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന സാധനം. ഇത് രണ്ടും കൂടെ 600 രൂപ. കുഴപ്പമില്ല, വലിയ കത്തിയൊന്നുമല്ല. ഈ ചിക്കൻ മീറ്റ് ബോൾസ് അല്ല ശരിക്കും ഇവർ കൊടുക്കുന്നത്, മറ്റേ മീറ്റ് ബോൾസാണ്. പക്ഷേ ഇവിടെ കർണാടകയല്ലേ, ഇവിടെ മറ്റേ മീറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. മിൻറ്റ് ചട്നി എന്ന് പറഞ്ഞ സാധനം പുളിയും മധുരവും എല്ലാം കൂടെ സാധനം. ഹലോ ഗൈസ്, കണ്ടോ വണ്ടിക്കകത്ത് ഒരു ലോഡ് സാധനങ്ങളായി. ഞാൻ ഐക്യയിൽ പോയി. ഐക്യയിൽ ഇന്നലെ രാവിലെ ഞാൻ ആക്ച്വലി 11 മണിക്ക് കൃത്യം ഐക്യയിൽ കയറിയതാണ്. ഐക്യയിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് രാത്രി 10 മണിയായി. ഒരു രാത്രി 12 മണിക്ക് അവർ അടയ്ക്കും. രാത്രി 10 മണിയായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും. ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഐക്യയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. കട്ട്ലറീസ്, പിന്നെ കിച്ചണിലേക്ക് വേണ്ട ആക്സസറീസ്, പിന്നെ ബാത്റൂം ആക്സസറീസ് എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ കാണിക്കാം കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചട്ടി, പിന്നെ പോട്ട്, പിന്നെ കുറച്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് ബാക്കി ഇരിപ്പുണ്ട് കുറേ സാധനങ്ങൾ. പിന്നെ നമുക്ക് ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ്, അതൊക്കെ ഐക്യയുടെ പ്രോഡക്റ്റ്സ് നന്നായി ലാസ്റ്റ് ചെയ്യും. പല സാധനങ്ങളും എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഫ്ലാറ്റിലേക്ക് വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഒക്കെ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുറേ സാധനങ്ങൾ നമ്മുടെ പുതിയ വീട്ടിലേക്കുള്ള പുതിയ ഹോം സ്റ്റേയിലേക്കുള്ള കംപ്ലീറ്റ് പരിപാടികളും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നാട്ടിൽ നിൽക്കുന്നത്. പിന്നെ ഈ കുപ്പി ഉണ്ടല്ലേ, ഇതൊക്കെ വെള്ളം എടുത്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള കുപ്പികളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു 200 രൂപ റേഞ്ചിലൊക്കെ ഉള്ളൂ. നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെടിച്ചട്ടികൾ, അതൊക്കെയാണ് വാങ്ങിച്ചത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ പരിപാടി ഉണ്ട്. പിന്നെ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി ഇന്നലെ രാത്രി എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു. സോ രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇപ്പം ഞാൻ നാട്ടിലേക്ക് പോകാനായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴത്തേക്കിനും ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് മൈസൂർ റോഡ് കയറിയിട്ട് മധൂർ പോയിട്ട് അവിടെ നിന്ന് സത്യമംഗലം വഴി കോയമ്പത്തൂർ ഇറങ്ങി പോകാനാണ് കാണിക്കുന്നത്. ഞാനും നോക്കിയിട്ട് അതാണ് നല്ലത്. അതാകുമ്പോഴത്തേക്കിനും ചെറിയ റോഡാണെങ്കിലും വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.
പിന്നെ ഈ പറഞ്ഞ പോലെ അധികം ടോൾ പ്ലാസ ഇല്ലാത്തതുകൊണ്ട് അധികം ടോളിൽ കിടക്കേണ്ടി വരില്ല, വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. എന്തായാലും നോക്കട്ടെ. ഞാൻ അങ്ങനെ മൈസൂർ റോഡിൽ കയറി. ശരിക്കും ഞാൻ ബാംഗ്ലൂരിൽ ബസവേശ്വര നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എറണാകുളത്തേക്ക് 500 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. അത് വളരെ കുറവാണ് 500 കിലോമീറ്റർ. ശരിക്കും 550 കിലോമീറ്ററൊക്കെ വരും സേലം വഴി പോകുമ്പോഴത്തേക്കും. ഇത് 500 കിലോമീറ്ററും 10 മണിക്കൂറുമാണ് കാണിച്ചത്. രാത്രി 8 മണിക്ക് എറണാകുളം എത്തും എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എത്ര മണിക്ക് എത്തും എന്നൊക്കെ. KSRTCയുടെ ഇലക്ട്രിക് ബസ് മുമ്പിൽ പോകുന്നത് വേണ്ട. ഇത് കർണാടക RTC വണ്ടിയാണ്. കർണാടക RTCയുടെ ഇലക്ട്രിക് ബസ് കൊള്ളാം. അടിപൊളിയാണല്ലോ, നല്ല വണ്ടിയാണല്ലോ. പൊള്ളി റോഡാട്ടോ ഈ സാധനം, മൈസൂർ റോഡ്. ഞാൻ കുറെ നാളിന് ശേഷമാണ് ഈ വഴി വരുന്നത്. നമ്മുടെ കേരളത്തിലെ ഹൈവേ ഇതേപോലെ പണിയുന്നത്, മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെയാണ് കേരളത്തിലെ ഹൈവേയും. പക്ഷെ കേരളത്തിലെ ഹൈവേ പണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം ടു കാസർഗോഡ് ഡിങ്കാന്ന് പറഞ്ഞ് പോകാൻ പറ്റും. നമുക്ക് ഗോവയൊക്കെ പോകാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും. ഞാനിതില് മധുർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. മധുർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് മധുറിൽ നിന്ന് എക്സിറ്റ് എടുത്തിട്ട് മൈസൂർ പോകാതെ കൊളീഗൽ പോകുന്ന ഒരു മയത്തിലൊക്കെ ചെയ്യും. ഞാൻ ഒന്നാമത് ലെഫ്റ്റ് ട്രാക്കിലൂടെ പോകുന്നത്, അവൻ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് വരുക. അയ്യോ കൊള്ളാം. മധുർ പോയിട്ട് മധുറിൽ നിന്ന് ഞാൻ കൊളീഗല വഴി പോകാനൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഈ വഴിക്കൊക്കെ പണ്ട് ബൈക്കിന് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. കുറേ തവണ ഞാൻ ബൈക്ക് യാത്രകൾ, എനിക്ക് പണ്ട് ബൈക്ക് ഉണ്ടായിരുന്ന സമയത്ത്, ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇഷ്ടം പോലെ തവണ ഞാൻ പോയിട്ടുണ്ട്. സോ മധുർ വട, ചക്കുലി, പിന്നെ മുളക് ബജി, ഈ സാധനം ഇവിടെ മധുറിൽ കിട്ടുന്ന സാധനമാണ് ഈ മധുർ വട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കടയിൽ നിന്ന് ഞാൻ മധുർ വട ശ്വേതയ്ക്ക് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഹൈവേന്ന് എക്സിറ്റ് എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ബൈ റോഡ് പോലത്തെ ഒരു സ്ഥലം, അപ്പോൾ മധുർ എത്തി. അപ്പോൾ ഇവിടെ എത്തിപ്പോയിട്ടൊരു കട ഉണ്ട്. ആ കടയിൽ നല്ല അടിപൊളിയായിട്ട് ആ ചേച്ചി അവിടെ മധുർ വട വറുത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ മധുർ വട വാങ്ങിച്ച്. ഇത് കണ്ട, ഇതൊക്കെ നമ്മുടെ ആൾക്കാർ ചായ കുടിച്ചിടുന്ന കപ്പ. ഞാൻ ആദ്യമായിട്ട് മധുർ വട കഴിക്കുന്നത് ഞാൻ പണ്ട് ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ വഴി ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവർ ഈ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തും ചായ കുടിക്കാനായിട്ട്. ബാംഗ്ലൂർ മൈസൂർ വണ്ടികളെല്ലാം പല സ്ഥലത്തും ചായ കുടിക്കാൻ നിർത്തും. അപ്പോൾ അവിടെ വെച്ച് നോക്കിയപ്പോഴത്തേക്കിനും മധുർ വട എന്ന് പറഞ്ഞൊരു സാധനം കണ്ടാൽ നമ്മുടെ പരിപ്പുവട പോലെ ഇരിക്കും. പക്ഷേ പരിപ്പുവട ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പരിപ്പുവട, ഇറ്റ്സ് സംതിങ് എൽസ്. കുറേ കഴിക്കാം, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമത്. ഇച്ചിരി ക്രിസ്പി ആയിരിക്കും. എന്നാൽ പരിപ്പുവടയുടെ അത്ര ക്രിസ്പി അല്ല, വേറൊരു ടൈപ്പ് സാധനമാണ്. എന്നാൽ തിന്നായിട്ടിരിക്കും, ഒരു ഇലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊരു സംഭവമാണത്. ഓ റൈറ്റ് സാധനമോ ഇങ്ങനെ തിന്നായിട്ടിരിക്കുന്ന സാധനം. മധുർ എന്ന് പറഞ്ഞ ഈ നാട്ടിലെ വടയാണിത്, മധുർ വട. ഇറ്റ്സ് ഫേമസ് ഓൾ ഓവർ കർണാടക. നമ്മുടെ തുറവൂരിൽ നിന്ന് അരൂരിലേക്കുള്ള ആ ഒരു 6 ലൈൻ ഫ്ലൈ ഓവറിന്റെ പണി കഴിയുമ്പോഴത്തേക്കിനും ഇതുപോലെ ഇരിക്കും. ഇത് നമ്മുടെ മധുർ സമീപത്ത്, മധുർ ടൗണിന്റെ മുകളിലൂടെ ആ ഒരു ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ പണിതിരിക്കുകയാണ്. ഇതും മുകളിൽ 6 ലൈൻ ആണ്, കണ്ടല്ലേ? ഒറ്റ പില്ലറിലാണ് 6 ലൈൻ റോഡ് പണിതിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു കൺസ്ട്രക്ഷനാണ്. നമ്മുടെ അരൂർ തുറവൂർ പാതയിൽ ഏകദേശം 50 പേരോളം രക്തസാക്ഷികളായ, ജീവൻ കൊടുത്ത് നിർമ്മിക്കുന്ന, ഇനിയും ആൾക്കാർ മരിക്കാൻ കിടക്കുന്ന, യാതൊരുവിധ സേഫ്റ്റി പ്രോട്ടോക്കോളും പാലിക്കാതെ നിർമ്മിക്കുന്ന ആ റോഡ് അതിങ്ങനെ ഇരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും. ഈ റോഡ് അടിപൊളിയാട്ടോ, നല്ല റോഡാണ്. ഇപ്പം നമ്മൾ ആ ഹൈവേന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും നല്ല റോഡാണ്. വലിയ സ്പീഡിൽ പറപ്പിക്കാനൊന്നും പറ്റുമൊന്നുമില്ല, പക്ഷെ എന്നാലും വലിയ വണ്ടിത്തിരക്കൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് വരാം. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 140 കിലോമീറ്റർ 150 കിലോമീറ്ററായി. 1.5 മണിക്കൂർ കൊണ്ട് ഏകദേശം 150 കിലോമീറ്റർ കവർ ചെയ്ത് ഞാനിപ്പോൾ ഓൾറെഡി. ഇനി അങ്ങോട്ട് കുറച്ച് ടൈം എടുക്കും, നമുക്ക് ഈ ചുരമൊക്കെ ഇറങ്ങി വേണമല്ലോ പോകാനായിട്ട്. പക്ഷെ എന്നാലും നല്ല, ഇതുവരെ വന്നിടത്തോളം നല്ല റോഡാണ്. നമ്മളിപ്പോൾ കൊളീഗൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ചെറിയ റോഡാണെങ്കിലും എല്ലായിടത്തും ടോളൊക്കെ ഉണ്ട്. ടോള് കൊടുത്തു പോകാൻ ഒരു മടിയില്ല. നമുക്ക് ഇങ്ങോട്ട് ബാംഗ്ലൂർക്ക് വരാൻ നേരം തിരക്കുള്ള ടോൾ പ്ലാസകളാണെങ്കിൽ ഇവിടെ ആളൊഴിഞ്ഞ ടോൾ പ്ലാസകളാണ്, കണ്ടില്ലേ? ചെറിയ പൈസ ഉള്ളു ടോള്, വലിയ പൈസയില്ല. ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, സത്യമംഗലം ചുരം ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ഒരു ബന്നാരി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. ആ ഫോറസ്റ്റ് ഏരിയയിലൂടെ ഇനിയിപ്പോൾ റോഡിന് വീതി കുറഞ്ഞു, ഹമ്പുകളുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ഒരു റൂട്ടാണ്. മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. മാനൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഞാൻ ലാസ്റ്റ് ഈ ഒരു റൂട്ടിലൂടെ പോയത് നമ്മൾ INB ട്രിപ്പ് സീസൺ 2 നടത്തുന്ന സമയത്താണ്. ഈ റൂട്ടിലൂടെയാണ് നമ്മൾ മൈസൂർക്ക് പോയത്. കുരങ്ങന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് ഇഷ്ടംപോലെ കുരങ്ങന്മാരെയും മറ്റുമൊക്കെ കാണാം.
നല്ലൊരു റൂട്ടാണ് കേട്ടോ, തിരക്കൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി റൂട്ടാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴിക്കോട് കണ്ണൂർ ഹൈവേ ഒക്കെ പണി കഴിഞ്ഞ് കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് കണ്ണൂർ വരെ പെട്ടെന്ന് ഡ്രൈവ് ചെയ്തിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ബാംഗ്ലൂർക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഫാസ്റ്റായിട്ട് വരും ഡിസ്റ്റൻസിനെക്കാട്ടി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന്. എന്തായാലും ചന്ദനക്കാടുകൾ, അതായത് വീരപ്പൻ്റെ ഒക്കെ ആ ഒരു നാട്ടിലൂടെ വീരപ്പനൊക്കെ എന്താ പറയുക വാണ സ്ഥലം, അങ്ങനെ ഒട്ടേറെ നൊട്ടോറിയസ് സംഭവങ്ങൾ സത്യമംഗലം കാടുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു സത്യമംഗലം വനത്തിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തത്. ഇത് നല്ല അടിപൊളി ഒരു ഫോറസ്റ്റ് ആട്ടോ ഈ ഒരു സത്യമംഗലം ഏരിയ. ഞാൻ ഈ വഴി കുറേ തവണ ബസ്സിൽ പണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കർണാടക RTCയും തമിഴ്നാട് RTCയും ഒക്കെ കോയമ്പത്തൂർ മൈസൂർ റൂട്ടിൽ ഈ വഴിയാണ് പോകുന്നത്, വണ്ടി ഓടിക്കുന്നു ഇഷ്ടം പോലെ. പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ ബാംഗ്ലൂർ വണ്ടികളൊക്കെ ഈ വഴി പോകുന്ന കർണാടക RTCയുടെ വണ്ടികൾ വരെ ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ കൂടുതൽ ഓടാതെ നേരെ കർണാടകത്തിലേക്ക് കയറുകയാണ്. കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് സത്യമംഗലം കയറിയാൽ തന്നെ കർണാടകമായി. അപ്പോൾ അവിടേക്ക് ഡയറക്റ്റ് കയറുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ കിലോമീറ്റർ മാക്സിമം അവരുടെ സംസ്ഥാനത്ത് ഓടുന്ന പോലെ അങ്ങനെയൊക്കെ റൂട്ട് ചെയ്ത് പെട്ടെന്ന് എത്തുമല്ലോ. ഈ പറഞ്ഞ പോലെ ടോൾ പ്ലാസയിൽ കടന്ന് സമയം കളയണ്ടല്ലോ. ഭയങ്കര സുഖമാട്ടോ. ഞാൻ ഇനി ഈ വഴി കൂടെ പോവുള്ളൂ ബാംഗ്ലൂർക്ക്. മറ്റേ വഴിയെക്കാട്ടി ഈ തിരക്കും ഇല്ലാണ്ട് റോഡിലൊന്നും ഒരു മനുഷ്യനില്ല. വല്ലപ്പോഴും ഒക്കെയാണ് ഒരു വണ്ടി വരുന്നത്, ഞാൻ ഈ പകല് പോകുന്ന പോലും. പക്ഷെ ഇനിയിപ്പോൾ താഴെ ഇറങ്ങി തമിഴ്നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ആ വാളയൊക്കെ കടന്ന് ആ കോയമ്പത്തൂർ ബൈപ്പാസ് ഒക്കെ കടന്ന് നമ്മളിനിയിപ്പം പോകുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ആ വഴി കൂടെ പോകാനേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കർണാടകം, ഗുഡ് ബൈ കർണാടക, വി ആർ എൻ്ററിങ് തമിഴ്നാട്. വാവ്, കൊള്ളാലോ. തമിഴ്നാട് സ്റ്റേറ്റ് ലിമിറ്റ് സ്റ്റാർട്ട്സ്. അങ്ങനെ നമ്മളിപ്പോൾ സത്യമംഗലം ടൈഗർ റിസർവിൽ കയറി. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറുമ്പോഴാണ് സത്യമംഗലം ടൈഗർ റിസർവിൽ കയറുന്നത്. അതായത് 220 കിലോമീറ്റർ ഞാൻ കർണാടകത്തിൽ ഓടി ഈ വഴി വരുമ്പോഴത്തേക്കിന്. അപ്പോൾ ഇനി 285 കിലോമീറ്ററാണ് നമുക്ക് കൊച്ചിയിലേക്കുള്ളത്. അതിൽ നമ്മൾ കുറച്ചേ തമിഴ്നാട് ഓടുന്നുള്ളൂ. കോയമ്പത്തൂർ എന്ന വാളയാർ കയറി കഴിഞ്ഞാൽ കേരളമായി. കുറേ ചെക്ക് പോസ്റ്റുകളുണ്ട് കേട്ടോ പല സ്ഥലത്തും. ലോറിക്കാരൻ എന്നൊക്കെ കാശ് വാങ്ങിക്കുന്നത് കാണാം. മുമ്പ് ഇപ്പോൾ ലോറിക്കാരൻ പൈസ കൊടുക്കുന്നുണ്ട്. ലോറിക്കാരുടെ നിന്നാണ് എനിക്ക് കംപ്ലീറ്റ് ഈ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസുകാർ കൈക്കൂലി ചുമ്മാ വെറുതെ ഇന്ന് 10 രൂപ 20 രൂപയൊക്കെ വെച്ച് കൊടുക്കുന്നത് പോകുന്ന എല്ലാ ലോറിക്കാരും. ഈ കാര്യത്തിൽ എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? ഇയാൾ ചിലപ്പോൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അറിയില്ല, അവന്മാർ പിടിച്ചു നിർത്തി വേണം അമ്മമാർക്ക് ഉപദ്രവിക്കാമല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ വഴി മൊത്തം ഹമ്പാ, ഇഷ്ടംപോലെ ഹമ്പുണ്ട്, ചെറിയ ചെറിയ ഹമ്പുകളാണ്. പിന്നെ കുഴപ്പമില്ല, വണ്ടി തിരക്കില്ലല്ലോ, ഫ്രീ അല്ലേ, വളരെ എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്യാമല്ലോ. ബാംഗ്ലൂർ லிக்கர் பாட்டில்ஸ் ஒன்றும் இல்லை. என்னங்க சார் பாக்ஸு? ஷாப்பிங். இது பிளாஸ்டிக் தான சார்? நான் நிஜமான பூவே இருக்கு, பின்னாடி இருக்கு. அதான் சார் நானே வந்து ஒரிஜினல் கேட்டேன். இது என்ன ஒரிஜினலா? அது ஒரிஜினல் அல்ல, அது பிளாஸ்டிக். பிளாஸ்டிக் ஆமா சார், நானே பிளாஸ்டிக் நானே பார்த்து ஓடணும். ஒருத்தர் சரி எப்படி உள்ள கொண்டு போறாரு ஏசியில விபத்து. പെട്ടൊക്കെ തുറന്നു சார் லிக்கர் பாட்டில் மாதிரி ലിക്കർ ബോട്ടിൽ ഇല്ല അണ്ണാ, എല്ലായിടത്തും ലിക്കർ ബോട്ടിൽ ഇല്ല, കിട്ടത്തില്ലേ. എന്തിനാണോ ഇപ്പോഴും ലിക്കർ? അയാള് ഞാൻ വണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഡോറങ്ങ് തുറക്കുവാ പുള്ളി. എന്നിട്ട് എന്റെ പെട്ടി തുറന്നു നോക്കാൻ എന്നോട് ശരിക്കും നമ്മുടെ സാധനങ്ങൾ തുറന്നു നോക്കാൻ ഞാൻ ഈ പെട്ടി തുറന്നു. അതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നടക്കും. അവിടെ ഓരോ സംഭവങ്ങളും ഞാൻ നിന്റെ പെട്ടി തുറന്നോട്ടെ, ഞാൻ നിന്റെ പോക്കറ്റിൽ തപ്പിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് പുറത്തൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച ഇത്. ഇവിടെ ഉണ്ടല്ലേ വന്നിട്ട് എന്റെ പെട്ടി, ഞാനിവിടെ ഇരിക്കുക, പുള്ളി തന്നെ എന്റെ പെട്ടി പുറകെ ഇരിപ്പുണ്ട് സീറ്റിൽ. ആ പെട്ടി തന്നെ പുള്ളി തന്നെ തുറന്ന് അതിനകത്ത് ലിക്കർ ബോട്ടിലുണ്ടോന്ന് നോക്കി. എന്തോ പരിപാടിയാണ്. എന്തിനാണ് ഈ ലിക്കർ ബോട്ടിൽ തപ്പുന്നത്? ഈ ചെറിയ വഴി കൂടെ വരുമ്പോഴേ ഇങ്ങനത്തെ ചെക്കിംഗ് ഒക്കെ ഉള്ളു കൂടുതലും. ഇപ്പൊ മറ്റേ ഹൈവേയിലൂടെ വരുമ്പോഴത്തേക്കിന് അത്ര ഇങ്ങനത്തെ ഇതുപോലുള്ള വലിയ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് ആ ചെടി കണ്ടിട്ട് അയ്യോ ഇത് ഞാൻ ഒറിജിനലാന്ന് പുള്ളി തൊട്ട് നോക്കിയപ്പോഴാണ് അത് പ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലാവുന്നത്. ശരിക്കും ഇപ്പൊ അങ്ങനെയാണല്ലോ പല സാധനങ്ങളും പ്ലാസ്റ്റിക്കിന്റെ ചെടികൾ. ഞാൻ പൊതുവെ പ്ലാസ്റ്റിക് ചെടികൾ വെക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് പ്ലാസ്റ്റിക് ചെടികൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് ചെടി വാങ്ങിച്ചത്. അതും കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലും ഇരിക്കും, തൊട്ട് നോക്കിയാൽ മാത്രമേ പ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലാവുള്ളൂ. ഇതെല്ലാം ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളല്ലേ. സത്യമംഗലം കൊലീഗൽ ബസ്. പിന്നെ ഇത് എങ്ങോട്ട് പോകുന്ന വണ്ടിയാണ്? എങ്ങോട്ടോ പോകുന്നൊരു ലോക്കൽ വണ്ടി. പ്രൈവറ്റ് ബസ്സും അതേപോലെ തന്നെ
പ്രൈവറ്റ് ബസ്സുകൾ, KSRTC ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ ഈ റൂട്ടിലുണ്ട് കേട്ടോ. ഭയങ്കര രസമല്ലേ, നല്ല ഭംഗിയുള്ള വഴിയാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. പകല് പോവാണെങ്കിൽ ഭയങ്കര രസമാണ്, രാത്രിയും രസമൊക്കെയാണ്. പക്ഷെ രാത്രിയിൽ ഈ ട്രക്കുകളുടെ ട്രാഫിക് കൂടുതലായിട്ടുണ്ടാവും. പകല് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാമല്ലോ. ഈ ഹമ്പൊക്കെ ഉള്ളതുകൊണ്ട് പതുക്കെ പോകാൻ പറ്റുള്ളൂ ഈ ഭാഗത്ത്. 27 ഹെയർപിൻ കർവ് ആണ് സത്യമംഗലം ചുരത്തിനുള്ളത്. ഈ 27 ഹെയർപിൻ കർവും ഒരുമിച്ച് നമ്മൾ ഇറങ്ങാണ്. അതായത് അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് 27 ഹെയർപിൻ കർവുകളും ഇറങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റീപ്പ് ചുരമാണ് ഈ സത്യമംഗലം ചുരം എന്ന് പറയുന്നത്. ഭയങ്കര രസാട്ടോ ഈ ചുരം. നല്ല റോഡും നല്ല എന്താ പറയാ, നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് സൈഡിൽ. എൻജോയ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു ചുരമാണിത്. ഈ ചുരം ഇറങ്ങി നമ്മൾ ചെല്ലുമ്പം ബന്നാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ പണ്ട് അവിടെ ബന്നാരി അമ്മൻ ടെമ്പിളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ INV ട്രിപ്പിൻ്റെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ 23ാമത്തെ ഹെയർ പിൻ ഇറങ്ങി കണ്ടിന്യൂസ്. അതായത് നമ്മൾ തിരിക്കുക ഓടിക്കുക, നമ്മൾ ഇടത്തോട് തിരിച്ച് വലത്തോട് തിരിച്ച്. ഭയങ്കര രസം. ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റുമായിരുന്നു, ഞാൻ ഡ്രോൺ പറത്തി കാണിക്കാറുണ്ട്. പക്ഷെ നമുക്കിത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്കിവിടെ ഡ്രോൺ പറത്താൻ പറ്റത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ ആ 23ാമത്തെ കേവ് എത്തി, ഞാനിപ്പോൾ 22ാമത്തെ കേവ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ കൊള്ളിമല പോയില്ലേ, കൊള്ളിമല പോലെ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. പക്ഷേ ടൈഗർ റിസർവാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കേട്ടോ. ഞാൻ ആ ഒരു 22 ഇറങ്ങി, ഇപ്പം ഞാൻ അടുത്ത് തിരിക്കുക, 21 ഞാൻ തിരിക്കുക. കണ്ടു ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇറങ്ങുക. ഇങ്ങനെ ഞാൻ 8ാമത്തെ ഹെയർ പിന്നിലേക്ക് തിരിക്കുകയാണ്. ഇങ്ങനെ ഇത് നമുക്കൊരു തിരക്കില്ല എന്നുണ്ടെങ്കിലേ ഒരു അരമണിക്കൂറിൽ നമ്മൾ ചുരം ഇറങ്ങി തീരും. ട്രാഫിക് ഇല്ലെങ്കിൽ, ഈ ലോറികളാണ് ട്രാഫിക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നത്. കാരണം ഇവർ പതുക്കല്ലേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. ഭയങ്കര ഭംഗി കേട്ടോ, ഭയങ്കര ഭംഗി. ഡിസംബർ മാസം ഡിസംബർ ആവുന്നേ ഉള്ളൂ. നവംബർ ഡിസംബർ ഈ ഒരു സമയത്ത് പോലും ഇവിടെ ഇത്രയും ഭംഗി എന്ന് പറഞ്ഞാലേ ഇവിടെ നിർത്താൻ സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താല്ലേ ഈ ചുരത്തിൻ്റെ ഈ അവസ്ഥയൊക്കെ നോക്കി. ചെറിയ ഹെയർ പിന്നാ നോക്ക്, കണ്ടോ. എൻ്റെ ദൈവമേ, ഇവിടെ വണ്ടിത്തിരക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. വണ്ടി കയറി പോകുന്നാട്ടാ. ഈ ട്രക്കാർക്ക് ഇങ്ങനെ വീശെടുത്താലല്ലേ കയറി പോകുള്ളൂ. നോക്കി, ഞാനിപ്പോൾ ഉള്ളത് 7ാമത്തെ ഹെയർ പിൻ ബെൻഡിലാണ്. 7ാമത്തെ ഹെയർ പിൻ ബെൻഡ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, മേളിൽ നിന്നുള്ള വ്യൂ ഇതിലും അടിപൊളിയാണ്. താഴെ നിന്നുള്ള വ്യൂ ഉണ്ടോ, പക്ഷെ എന്തായാലും എന്ത് ഭംഗിയാ നോക്ക്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിടിലം വ്യൂ ആണേ. സ്കൈ ഒന്നും കൂടെ ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് വ്യൂ കിട്ടും. ആ ഒരു ലോറികളൊക്കെ ഇങ്ങനെ ഹോൺ അടിച്ച് പോകുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. കാരണം ഇത്രയും നല്ല ഒരു സ്ഥലത്തെ ആ ലോറികളൊക്കെ ഇങ്ങനെ, ലോറികളല്ല എല്ലാ വണ്ടിയും ഹോൺ അടിക്കും. കാരണം ചുരമല്ലേ, അപ്പോൾ ഹോൺ അടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ഡെൻസ് ഫോറസ്റ്റ് ആട്ടോ ഇത്. ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാണല്ലോ ഈ ക്ലച്ച് കരിഞ്ഞ മണമായിരിക്കും മൊത്തത്തിൽ. ഈ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ ക്ലച്ച് താങ്ങി അല്ലാതെ ഇതൊക്കെ മിക്ക വണ്ടികളെയും ക്ലച്ച് കരിഞ്ഞ മണമായിരിക്കും. ആ ഒരു സ്മെല്ല് കിട്ടും നമുക്ക് ഇവിടെ എല്ലായിടത്തും. ഭയങ്കര ഭംഗിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. കിട്ടില്ലൻ റോഡ്. ഞാൻ എത്ര എൻജോയ് ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂർ. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് സത്യം പറഞ്ഞാൽ ഞാൻ സൈറം വായി കൂടെ പോയപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ ഈ വഴി പോയാൽ മതിയായിരുന്നു. ഇതെന്ന് അറിയില്ല. ഇതുവരെ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് 250 കിലോമീറ്റർ കൊച്ചിയിലേക്ക്, അതിന് 6 മണിക്കൂറാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പ്. ഓ ഗൈസ്, ഇതെന്താണെന്ന് നോക്കൂ ഗൈസ്. ഇത് കണ്ട, നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഇത് മറ്റേ ഇതല്ലേ, കോവറ കഴുതയല്ലേ, ആ സാധനമല്ലേ ഇത്, അതാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ മൊത്തം ഹമ്പ് കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് മൊത്തം. താങ്ക് യു ഫോർ വിസിറ്റിംഗ് സത്യമംഗലം ടൈഗർ റിസർവ്. ഇതിലൂടെ പോകാൻ ഇവർ ടോൾ പിരിക്കുന്നത് കേട്ടോ. അതായത് 20 രൂപ 25 രൂപ കണ്ടേ ഉള്ളൂ. പണ്ടത് മറ്റേ രസീത് എന്നുള്ള പിരിവായിരുന്നു. ഇപ്പൊ അതിന് ഫാസ്ടാഗ് വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. എന്തോരം ഹമ്പാന്നറിയോ, ഇത്രയും ഹമ്പ് ചാടിയിട്ട് ഞാൻ ഇത്രയും ഫാസ്റ്റായിട്ട് ഇവിടെ എത്തിയില്ല. നമ്മൾ ചാടി ഈ ഒരു സ്ഥലത്തിന്റെ ഗുണമെന്ന് പറയുന്നത്. എൻ്റെ അപ്പോൾ അങ്ങനെ ഞാൻ ബന്നാരി എത്തി. ബന്നാരി 9 കേട്ടോ. ഞാൻ 10, 11, 12, 1:30, 2 എന്ന് പറയുമ്പോൾ 4.5 മണിക്കൂർ കൊണ്ട് ഞാൻ അവിനാശി എത്തി. അവിനാശി എന്ന് പറഞ്ഞാൽ അവിനാശി നമ്മുടെ കോയമ്പത്തൂർ സാലം റോഡ്. 4.5 മണിക്കൂർ കൊണ്ട് ഞാനിവിടെ എത്തി. അതില് അരമണിക്കൂർ ഹമ്പ് ചാടിയാ പോകുന്നത്. അയ്യോ ഒന്നും പറയണ്ട, അത്ര ഫാസ്റ്റ് ആയിട്ട് എത്തി ഞാനിവിടെ. അതായത് അത്ര സ്മൂത്താണ്. നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ ആയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത് കേട്ടാ. ഞാൻ വന്നത് ഇങ്ങനെയായിരുന്നു. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. ഇനിയിപ്പോ ഇനി ഇവിടുന്ന് 25 കിലോമീറ്ററേ ഉള്ളൂ കോയമ്പത്തൂർ. നമ്മൾ കോയമ്പത്തൂർ പോയില്ലല്ലോ, ഔട്ട്സ്കേർട്സിലൂടെ പോകും. അപ്പോൾ ഇനി 200 കിലോമീറ്ററിൻ്റെ കൊച്ചി. രസമല്ലേ?
ഞാൻ എന്തിനാണെന്നറിയോ, ലൈക്ക് ഞാൻ തുടങ്ങാൻ പോകുന്ന എൻ്റെ ഒരു പ്രസ്ഥാനത്തിന് എൻ്റെ കുറച്ച് പേഴ്സണൽ ടച്ച് വേണമെന്നെനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. അതാണ് സംഭവം. കണ്ടോ, ഞാൻ അവിനാശി വന്നിറങ്ങി ടോൾ പ്ലാസ വന്നു പെട്ട് കിടക്കണം. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. ടോൾ പ്ലാസകളിൽ പോയി കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണെന്ന് ഇവിടെ പോയി ഇങ്ങനെ പെട്ട് കിടക്കേണ്ടി വരും. ഇവിടെ 125 രൂപ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എനിക്ക്. ഞാൻ തൊട്ടപ്പുറത്ത് 2 കിലോമീറ്റർ പോലും ഈ റോഡിൽ കൂടെ ഓടിച്ചില്ല. 2 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ വന്ന് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ടോൾ പ്ലാസ ഇവിടെ ആയതുകൊണ്ട് കൊടുത്തേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. എന്ത് ചെയ്യും? കഴിഞ്ഞ് നമ്മളിപ്പോൾ കോയമ്പത്തൂർ ബൈപ്പാസിലെ ആ കൂതറ റോഡിലേക്ക് കയറുകയാണ്. ഇതൊക്കെയാണ് ഈ പ്രശ്നം. നമ്മൾ ഓടിയില്ലെങ്കിലും ഓടാത്ത ദൂരത്തിന് നമ്മൾ ടോള് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഓടിയ ദൂരത്തിന് എന്തൊരവസ്ഥയാണ്. നേരെ മറിച്ച് അവിടെ വരെ ഓടി വന്നിട്ട് ഈ ടോളിൻ്റെ മുമ്പ് എക്സിറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു ടോൾ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഒട്ടും എഫക്റ്റീവ് അല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ ടെക്നോളജിയാ അല്ലേ? വേറെ കാരണം പറയട്ടെ, ഇവിടെ ഈ കോയമ്പത്തൂർ ബൈപ്പാസിൽ പണ്ട് ഫുള്ള് ടോൾ പ്ലാസകളുണ്ടായിരുന്നു. അപ്പോൾ ഒരിടത്ത് മാത്രമേ ടോൾ പിരിക്കുന്നുള്ളൂ. 35 രൂപ ഒരിടത്ത് മാത്രമാണ് ടോൾ പിരിക്കുന്നത്, വേറെ എവിടെയും ടോൾ പിരിക്കുന്നില്ല. അത് കൊള്ളാം. ഇനി ഇതും കൂടെ നിർത്തണം. എന്തിനാണ് ടോൾ പിരിക്കുന്നത് ഇവിടെ? അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വിട്ടിട്ട് ശരിക്കും ഒരു 5-5.25 മണിക്കൂർ കൊണ്ട് വാളയാറെത്തി. ആക്ച്വലി ഇത് ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു റണ്ണായിരുന്നു. ശരിക്കും ഈസിയാണ്. നമുക്ക് വന്ദേ ഭാരതിനെക്കാട്ടി ഫാസ്റ്റായിട്ട് റോഡ് കംപ്ലീറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ ട്രെയിൻ സ്ലോ ആണല്ലോ. ഞാൻ ഈ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പോയിട്ട് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫുള്ള് ഡിജിറ്റൽ കറൻസിയാണ് യൂസ് ചെയ്തത്. എൻ്റെ കയ്യിൽ 10 പൈസ എൻ്റെ കയ്യിൽ INR ക്യാഷ് ഇല്ലായിരുന്നു. നമുക്ക് എല്ലായിടത്തും എവിടെയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഡിജിറ്റൽ കറൻസി യൂസ് ചെയ്യാം. നമ്മൾ ചില സമയത്ത് നമ്മൾ പെട്ടുപോകുന്ന എവിടെയാണെന്നറിയാമോ? നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് കഴിക്കാൻ കയറുമ്പോഴത്തേക്കിനും നമുക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പല സ്ഥലത്തും ആളുകൾക്ക് ഈ നമുക്ക് ടിപ്പ് ഡിജിറ്റലി കൊടുക്കാനുള്ള ഓപ്ഷനില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോഴത്തേക്കിനും ഞങ്ങൾ ആ ആളുടെ ആ വെയിറ്ററുടെ ഗൂഗിൾ പേ നമ്പർ വാങ്ങിച്ചല്ല, ഫോൺ പേ നമ്പർ വാങ്ങിച്ച് ഫോൺ പേ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതേപോലെ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും സെക്യൂരിറ്റിമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. സാറിന് എല്ലാവരും അവർക്ക് 10 രൂപ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എൻ്റെ ആക്ച്വലി 10 രൂപ പോലും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ATM നിന്ന് എടുക്കായിരുന്നു, പക്ഷേ എൻ്റെ ATM കാർഡും ഇല്ലായിരുന്നു. ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ATM നിന്ന് പൈസ എടുക്കുന്നത് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് അല്ലേ, പ്രത്യേകിച്ച് അത് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശരിക്കും പെട്ടു. അപ്പോൾ ഇനി മുതൽ എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് ടിപ്പ് കൊടുക്കാനുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഓൺലൈനായിട്ട് സംഭവിക്കുകയാണെങ്കിൽ നല്ലതാണ്. ശരിക്കും വേണ്ട, സിമ്പിളാണ്. അവരൊരു QR കോഡ്, അവരുടെ തന്നെ ഒരു QR കോഡ് ചുമ്മാ ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുത്തിട്ട് പോക്കറ്റിലിട്ട് നടന്നാൽ മതി. അങ്ങനെയുള്ള ആൾക്കാർ അതെന്താണ് ആൾക്കാർ ചെയ്യാത്തത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. സോ കേരളത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഭയങ്കര ചെക്കിങ്ങോ എന്ത് സംഭവം? ചെക്കിങ് അല്ല, അവിടെ മറ്റേ ഇത് വെച്ചിരിക്കുക, ബാരിക്കേഡ് വെച്ചിരിക്കുക. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ വെച്ചാൽ വാളയാറൊക്കെ കഴിഞ്ഞ് പാലക്കാട് ഭാഗത്തേക്ക് ഞാനിങ്ങനെ എഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കഴിയാനേ പറ്റുള്ളൂ. കാരണം മുക്കിനും മൂലയ്ക്ക് സിഗ്നലാണ്. നാഷണൽ ഹൈവേ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ടോൾ റോഡ് എന്നുകൊണ്ട് കാര്യമില്ല, മുക്കിനും മൂലയ്ക്ക് സിഗ്നലാണ്. ഇതൊക്കെ എപ്പോഴും ഈ വഴി കൂടെ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യവുമില്ല. ശരിക്കും നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഈ സിഗ്നലൊക്കെ ഒഴിവാക്കായിരുന്നു. ഓവർ ബ്രിഡ്ജ് പണിയാതെ തന്നെ ഈ സിഗ്നലുകൾ ഒഴിവാക്കായിരുന്നു. പല സ്ഥലത്തും U-ടേൺ കൊടുത്തിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. എന്താണ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 130 കിലോമീറ്റർ എനിക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കുമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ കേരളത്തിലെ ഹൈവേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ളത് വന്നു കഴിഞ്ഞാലും ഈ ഭാഗത്തേക്ക് നമുക്ക് പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. കോടതി ഇടപെട്ടിട്ടും ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ടും വീണ്ടും ടോളൊക്കെ പിരിച്ചു തുടങ്ങി. ഇവിടുത്തെ ബ്ലോക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ഇതിപ്പോൾ എവിടെയും എത്തി എവിടെയാണെന്നറിയില്ല. നമ്മൾ തൃശ്ശൂരെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോവാം. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഇടതുവശത്തൂടെയും വണ്ടികൾ വരും, പാലത്തെ കൂടെയും വണ്ടികൾ പോകും. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ അപ്പുറത്തൂടെയും വണ്ടികൾ വരും, എന്നിട്ട് എല്ലാം കൂടെ ബ്ലോക്ക് ആവും. ഇവിടെ പോലീസുകാർ നിന്നിട്ട് മാക്സിമം അവർ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടെ അത് സൈഡിൽ കൂടെ പോയി ഇപ്പുറത്തൂടെ പോകുന്നു. പല സ്ഥലത്ത് പോലീസുകാർ നിന്നിട്ട് വണ്ടികൾ കടത്തി വിടുന്നുണ്ട്. അത് കഷ്ടമുണ്ട് ആ പോലീസുകാരുടെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ പേരെ കണ്ടു. 3-4 പേര് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ഈ സൈഡിൽ കൂടെ കയറിപ്പോ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഗൈസ് രാത്രിയല്ല, വൈകിട്ട് 5:30 ഞാൻ ഇവിടെ എടപ്പള്ളി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കൊള്ളാം. 8 മണിക്കൂർ കൊണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എടപ്പള്ളി വരെ എത്തി. അതിൽ
അരമണിക്കൂർ ഫുഡ് കഴിക്കാൻ കഴിച്ചത്. ദാറ്റ്സ് എ ഗുഡ് ടൈം അല്ലേ? കുഴപ്പമില്ലാത്തൊരു ടൈമാണെന്ന് തോന്നുന്നു. വലിയ ട്രാഫിക് ഇല്ലാതെ സുഖമായിട്ട് ഞാൻ ഇന്ന് ഭയങ്കര എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് സത്യമംഗലം വഴി. നിങ്ങൾ ആരെങ്കിലും ഇനി ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലോ വരികയാണെങ്കിൽ എളുപ്പമുണ്ട്. ചുരം ഇറങ്ങിയാൽ മതി, ചുരം കയറണ്ട. സത്യമംഗലം വഴി പകൽ സമയത്ത് ഡ്രൈവ് ചെയ്ത് നോക്ക്. നല്ലൊരു സീനിക് ഡ്രൈവ് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. ഫൈനലി ബാക്ക് ഹോം. ഋഷി ഇപ്പോൾ വലിയ ആളായി. എനിക്ക് സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്നുണ്ടോ? ഭയങ്കര സ്പീഡാണ് കേസ്. നോക്കൂ. ഓ വാ, എനിക്ക് വയ്യ. ഓ ഓ ഓ ഓ എന്താണ് അത്? അതാണ് ബ്രേക്കൊക്കെ പിടിച്ച് നിർത്തിയുണ്ടോ? പിടിപിടാ അല്ല പിടിപിടാ. ഹൗ ആർ യു? നിങ്ങൾ കുറേ നാളായില്ലേ ഋഷിനെ കണ്ടിട്ട്? ചാട്ടവാ ഓട്ടവാ. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം മേളിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, തിരിച്ചു വന്നു ഗൈസ്. സാധനങ്ങൾ മേപ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക.